സൗദിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ പ്രത്യേകിച്ചും മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ഈ കാണുന്ന കള്ളിമുൾ ചെടികൾ. അതിലൊരു പഴം ഉണ്ടാകാറുണ്ട്, ആളുകളത് കഴിക്കാറുണ്ട്. ബർഷൂമി എന്നാണ് സൗദികൾക്കിടയിൽ അത് അറിയപ്പെടുന്നത്. പക്ഷേ ഈ പഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് തേടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കൊടും വിഷമുള്ള ചെടികളും പാമ്പുകളുമെല്ലാം ഉൾപ്പെടുന്നതാണ് മരുഭൂമിയിലെ ജീവജാലങ്ങൾ. അവയിൽ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യ ഗുണങ്ങളുള്ള പഴങ്ങളുമുണ്ട്. തണ്ടും പൂക്കളും പഴങ്ങളുമെല്ലാം ഔഷധം പോലെ ഉപയോഗിക്കാവുന്നവ. അവയിലെ സുന്ദരമായ പേരാണ് ബർഷൂം. ഏപ്രിലിൽ മഴ പെയ്ത് മരുഭൂമിയൊന്ന് നനഞ്ഞു തുടങ്ങുന്ന നിമിഷം. പൊടിക്കാറ്റേറ്റ് തളർന്നിരിക്കുന്ന അവ പതിയെ വീണ്ടും പുതിയ നാമ്പുകൾ നീട്ടും. ജൂണിൽ പതിയെ പൂക്കൾ കള്ളിമുൾ ചെടികളിൽ നിറയും. പിന്നാലെ മരുഭൂമിയിലെ ആ അത്ഭുത പഴത്തിന്റെ കാലമാണ്. ജൂലൈ മാസം മുതൽ ദാ ഇതുപോലെ അവ മുള്ളുകൾ നീട്ടി നിറഞ്ഞു നിൽക്കും. ബർഷൂമി എന്നാണ് സൗദികൾക്കിടയിൽ ഇതിന് വിളിപ്പേര്. ബർഷൂം എന്നും വിളിക്കുന്നു. സൗദിയിലെ കുന്നും മലയും ചെറിയ തണുപ്പുമുള്ള പ്രദേശങ്ങളിലൂടെ കൊടും ചൂടിൽ യാത്ര ചെയ്യുമ്പോൾ ഇവ കാണാം. ഇപ്പോൾ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഈ ബർഷൂമി പഴങ്ങൾ ഉണ്ടായി തുടങ്ങുക. അതിന് മുമ്പേ അതിന് പൂവിടും. പക്ഷേ ഈ വേനൽ തുടങ്ങി ഒരു മാസം കഴിയുന്ന സമയത്താണ് അതിലിങ്ങനെ ഈ പഴങ്ങൾ ഉണ്ടായി തുടങ്ങുക. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതിലിങ്ങനെ ഒരു പച്ചയായിട്ട് പഴം നിൽക്കുന്നുണ്ട്. പല ഭാഗത്ത് പഴുത്തതും മഞ്ഞയായിട്ടൊക്കെ നിൽക്കുന്ന പഴങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നൂറുകണക്കിന് വകഭേദങ്ങളിൽ കാണപ്പെടുന്നതാണ് കള്ളിമുൾ ചെടികൾ. മരുഭൂമിയിലോ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലെയോ ലഭ്യമാകുന്ന ജലം ശേഖരിച്ച് ഏറെക്കാലം അവക്ക് ജീവിക്കാൻ കഴിയും. ജലനഷ്ടം പരമാവധി ഒഴിവാക്കാൻ ഇലകൾ ഇല്ലാത്ത രൂപഘടനയാണ് ഇവക്ക്. ഇടയ്ക്ക് പെയ്യുന്ന മഴയിലെ വെള്ളം മാത്രം മതി. മാസങ്ങളോളം പിടിച്ചു നിൽക്കാൻ ഇവക്ക് സാധിക്കും. ഒന്നുമില്ല എന്നാണ് നമ്മൾ സാധാരണ മരുഭൂമിയെക്കുറിച്ച് പറയുക. പക്ഷേ മരുഭൂമി ഉൾപ്പെടുന്ന ഈ അറബ് മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ജീവികളെയും സസ്യങ്ങളെയും ഫലങ്ങളെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത തരം ഓർക്കിഡുകൾ, പൂക്കൾ, പഴങ്ങൾ എന്നിവ അസീറിലെ സറാവത്ത് മലനിരകളിലെ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ കാണാം. തണുപ്പാണ് ഈ മേഖലയുടെ പ്രധാനപ്പെട്ട ആകർഷണം. അതാകാം ബർഷൂമിക്കും ജന്മം നൽകുന്നത്. ബർഷൂമി മുൾച്ചെടിയുടെ വിശേഷങ്ങളിലേക്ക് തിരികെ വരാം. ഈ കള്ളിമുൾച്ചെടികൾക്ക് ഉയരം ഏകദേശം 2.5 മീറ്റർ വരെയാണ്. ഒറ്റത്തണ്ടിൽ നിന്ന് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി കണ്ണികളായി ഇവയുടെ ഇലകൾ നിൽക്കുന്നു. ഇല എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയുടെ കാര്യത്തിൽ ഇക്കാണുന്ന വട്ടത്തിലുള്ള ഭാഗമാണ്. അവയെ പ്ലേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കാറുള്ളത്. അവ ഓരോന്നിനും ശരാശരി 40 സെന്റിമീറ്റർ നീളവും 15 മുതൽ 25 സെന്റിമീറ്റർ വരെ വീതിയുമുണ്ടാകും. ഓരോ പ്ലേറ്റിന്റെയും വണ്ണം 2 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ്. നമ്മുടെ ഈ കള്ളിമുൾ ചെടികൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മുടെ ഒട്ടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടവിഭവം കൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മരുഭൂമിയിലൊക്കെ ഇത് ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ അതിൽ നിറയെ വെള്ളമായിരിക്കും. അപ്പോൾ ഈ മരുഭൂമിയിൽ ഈ സസ്യം പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇത്രയധികം വെള്ളം അതിന് സംഭരിച്ച് വെക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ മുള്ള് തറക്കും. കാരണം പലതരത്തിലുള്ള കള്ളിമുൾ ചെടിയുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം വളരെ കുഞ്ഞു മുള്ളുകളാണ് ഇതിന്മേലുള്ളത്.
പക്ഷേ ഒട്ടകത്തിനെ ഒരു തരത്തിലുള്ള മുള്ളുകളും ബാധിക്കില്ല. ആ തരത്തിലാണ് അതിൻ്റെ ഒരു സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിതിൻ്റെ പഴം കഴിക്കുന്ന സമയത്ത് ഒട്ടകം അതിൻ്റെ പഴം മാത്രമല്ല, ഈ സസ്യം മുഴുവനായിട്ടും തന്നെ കഴിച്ചെടുക്കും. US, മെക്സിക്കോ നാടുകളിലായിരുന്നു ഇവ വ്യാപകമായി കാണാൻ തുടങ്ങിയത്. പക്ഷേ അതേ കാലത്ത് തന്നെ മക്ക, മദീന ഉൾപ്പെടുന്ന ഹിജാസ് മേഖലയിലെ ത്വായിഫ് ഉൾപ്പെടെ മലയോര മേഖലകളിലും ഇവയുണ്ടായിരുന്നു. അവിടെ നിന്നും അൽബഹയിലേക്കും അസീറിലേക്കും യമനിലേക്കുമെല്ലാം ഇവ പടർന്നിട്ടുണ്ട്. അതേത് കാലം മുതലെന്നത് അവ്യക്തമാണ്. പക്ഷേ അക്കാലം മുതലേ തന്നെ ഇവയുടെ പഴം ജനങ്ങൾ കഴിച്ചു പോരുന്നുണ്ട്. യഥാർത്ഥ ഇലകൾ വരാറുള്ളത് ഈ പ്ലേറ്റിന്റെ വക്കിലാണ്. ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ് അവ. പക്ഷേ ചൂടിന്റെ കാഠിന്യത്തിൽ അവക്ക് അധികം വാഴാനാകില്ല. പൂക്കൾ മഞ്ഞയും വെള്ളയും കലർന്ന നിറമാണ്. പ്ലേറ്റുകളുടെ അരികുകളിൽ അവ വിരിയുന്നു. അവയിൽ നിന്നാണ് ബർഷൂം അല്ലെങ്കിൽ ബർഷൂമി പഴത്തിന്റെ പിറവി. നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന വ്യത്യസ്ത തരം കിളികളുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം കൂടിയാണ് ഈ ബർഷൂമി പഴങ്ങൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് പറിക്കുന്ന സമയത്ത് കയ്യിൽ മുള്ളെന്തായാലും തറക്കും. അപ്പോൾ ആളുകളത് ഗ്ലൗസ് ഇട്ടിട്ടാണത് പറിച്ചെടുക്കാറുള്ളത്. അങ്ങനെ അറിയാതെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ മുള്ള് ഈ കൈയിനകത്ത് തറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ എള്ളെണ്ണ പുരട്ടി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോരുന്നുള്ളതാണ് ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ബർഷൂമി പഴത്തിന്റെ ഭാരം 800 മുതൽ 120 ഗ്രാം വരെയാണ്. അതിന്റെ തൊലിക്ക് കട്ടിയേറെയുണ്ട്. ആകെ പഴത്തിന്റെ 40% വരെ തൊലി ഉണ്ടാകാറുമുണ്ട്. പഴത്തിന്റെ അകത്തെ വിത്തുകൾക്കും കട്ടി കൂടുതലാണ്. അതാണ് പഴം കഴിക്കുമ്പോൾ രസം കൊല്ലുന്ന ഏക ഘടകം. പഴത്തിലുള്ളത് 85% വെള്ളവും 15% മധുരവുമാണ്. നമ്മൾ ഈ ബർഷൂമി പഴങ്ങൾ കണ്ടെത്തിയ സ്ഥലം കൂടി പരിചയപ്പെടുത്താം. ഇത് അബഹയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയുള്ള കമീസ് മുഷയത്തിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ നിറയെ, അതായത് നമ്മൾ ആദ്യം വിചാരിച്ച വളരെ കുറഞ്ഞ പ്രദേശത്തേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കെ 2 വിദ്യാർത്ഥികൾ ഇവിടെ എത്തി. സിറിയൻ വംശജരാണ്. കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയും ഗ്ലാസുമുണ്ട്. പരിപാടി എന്താണെന്നറിയാൻ പിന്നാലെ കൂടി. അവർ പഴം പറിക്കാൻ വന്നതാണ്. സുഹൃത്തുക്കളാണ്. കയ്യിൽ ഗ്ലൗസ് ഇല്ലാതെ പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ പറിച്ചെടുക്കും. മുള്ളുകൾ കയ്യിൽ കൊള്ളാതിരിക്കാനുള്ള വിദ്യയാണ്. മൂപ്പും മുഴുപ്പും മാത്രം നോക്കിയാൽ പോരാ. പച്ച നിറമാണെങ്കിലും ചിലതിന് മധുരമുണ്ടാകുമത്രേ. അവർക്ക് പിന്നാലെ ചിലർ ബക്കറ്റുമായി എത്തി. യമനികളാണ്. അവരിത് പറിച്ച് വൃത്തിയാക്കി പാക്കറ്റുകളിലാക്കി വിൽക്കും. പക്ഷേ ദൃശ്യം അധികം പകർത്താൻ അവർ സമ്മതിച്ചില്ല. യമനുമായി അതിരുള്ള സൗദി പ്രവിശ്യയാണ് ഈ കാണുന്ന അസീർ. അതിലെ കമീസ് മുഷയത്തിലാണ് നമ്മളുള്ളത്. യമനികൾ ഇവിടെ ധാരാളമുണ്ട്. താൽക്കാലിക ജോലിക്കായി എത്തിയവരാണ് ഭൂരിഭാഗം പേരും. അതാകാം കൂടുതൽ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കാതിരിക്കുന്നതും. ഇതിനിടയിൽ കൈകൊണ്ടൊരു ബർഷൂമി പഴം പറിച്ചു. ഇതാണ് നമ്മളുടെ ബർഷൂമി പഴം. ഇത് പതിമൂന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലെവിടെ തൊട്ടാലും മുള്ളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും കയ്യിൽ തറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇതിൻ്റെ ഉൾഭാഗം ഈ കാണുന്ന പോലെ റെഡും ഓറഞ്ചും കലർന്ന നിറമാണ്. മധുരമാണ് ഇതിനുള്ളത്. ഇതിനകത്ത് പക്ഷേ നിറയെ ഇതിൻ്റെ വിത്തുകളാണ്. അപ്പോൾ കുറച്ച് ഭാഗം കഴിച്ചാൽ പോലും ഒരുപാട് വിത്തുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് കൂട്ടി തന്നെ അത് കഴിക്കാവുന്നതാണ്. പഴം കൂടെയുള്ള ദൃശ്യങ്ങൾ പകർത്താൻ വന്ന മുജീബ് കയും പറിച്ചു. റൂമിലെത്തിയപ്പോൾ കാറിൽ നിന്നും പഴം അറിയാതെ കയ്യിൽ ചുരുട്ടി. പിന്നീട് ഇതായിരുന്നു അവസ്ഥ. കുഞ്ഞുമുള്ളുകൾ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയില്ല.
ത്വായിഫ് മുതൽ ആരംഭിക്കുന്ന സറാവത്ത് മലനിരകൾ അതങ്ങനെ ഉയർന്ന് ഏതാണ്ട് യമൻ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ആ മലനിരകളിൽ ഓരോന്നിലും ഇതേപോലെ തന്നെ വിജനമായ വഴികളിൽ നമുക്ക് ഈ ബർഷൂമി പഴങ്ങൾ കാണാൻ പറ്റും. യമനികളാണ് കാര്യമായിട്ട് ഇത് പണ്ട് കാലം മുതലേ കഴിച്ചു പോരുന്നത്. അപ്പോൾ ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് അതവർ മരുന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ബർഷൂമി പഴത്തിന് ഏറെ പോഷക മൂല്യമുണ്ട്. പഴത്തിൻ്റെ 10% പ്രോട്ടീനാണ്. 13% വരെ ചർമ്മം മികച്ചതാക്കാനുള്ള വിവിധ തരം ആസിഡുകളും വൈറ്റമിൻ സിയുടെ കലവറ കൂടിയാണ് ബർഷൂം. കള്ളിമുൾച്ചെടിയുടെ പഴവും പൂക്കളും രക്തസ്രാവം കുറയ്ക്കുകയും ആമാശയത്തിലെയും കുടലിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും മരുന്നാണ്. വൻകുടൽ പുണ്ണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച, വയറിളക്കം എന്നിവക്കും സൗദിയിലെ അസീറിലുള്ളവർക്കും യമനിലുള്ളവർക്കുമെല്ലാം മരുന്നുകൂടിയായിരുന്നു ബർഷൂം. ഇന്ത്യൻ ഫിഗ് അല്ലെങ്കിൽ ഇന്ത്യൻ അത്തി എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് പേരുകൾ ഇതിനുണ്ട്. ഓരോ രാജ്യത്തും ഓരോ പേരിലാണ് ഈ പഴം അറിയപ്പെടുന്നത്. ഇപ്പോൾ മൊറോക്കോ, ഫലസ്തീൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഈ പഴം പ്രത്യേകമായി പാക്ക് ചെയ്ത് കയറ്റുമതി വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബർഷൂമി എന്നുള്ള പേര് എങ്ങനെ വന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കുമുള്ള കൗതുകം. 2 വാക്കിൽ നിന്നാണത്. ഒന്ന് ബറിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ വന്യത എന്ന അർത്ഥം വരുന്ന ഒരു വാക്കും ഷാമി എന്ന് പറയുന്ന ഷാം എന്നുള്ള ഭാഗത്തു നിന്നാണ് ഇത് എത്തിയത് ആദ്യമായിട്ടെന്ന് പറയുന്നു. അപ്പോൾ ആ 2 വാക്കുകൂടി ചേർന്നിട്ടാണ് ബർഷൂമി എന്ന പേരിൽ ഈ പഴം അറിയപ്പെടാൻ തുടങ്ങിയത്. ഷ്യാം എന്നാൽ പണ്ട് ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ലബനാൻ എന്നീ നാടുകളും ഇറാഖിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളും സീനായ് ഉപദ്വീപിന്റെ വടക്ക് കിഴക്കൻ പ്രദേശവും ഉൾപ്പെടുന്നതാണ്. ഈ ഭാഗങ്ങളിലായിരുന്നു ഇവ സജീവം. അന്ന് മുതലേ ഈ പ്രദേശങ്ങളിലെ വിഭവമായിരുന്നു ഇത്. നാടുകൾ വികസിച്ചപ്പോൾ വിദേശങ്ങളിൽ നിന്നും മറ്റു പഴങ്ങളെത്തി. നമ്മുടെ നാടിനെ പോലെ നാടൻ വിഭവങ്ങൾക്ക് പകരം ഈ ജനതയിൽ നല്ലൊരു പങ്കും പുതിയ പഴങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷേ ഇന്നും സൗദിയിലെ ഹൈറേഞ്ചുകളിൽ ഇവ ഉപയോഗിക്കുന്നവരെ കാണാം. രാവിലെ വെറും വയറ്റിലും ബർഷൂമി പണ്ട് മുതലേ ഇവിടെയുള്ള ജനങ്ങൾ കഴിക്കാറുണ്ട്. ഭക്ഷണശേഷമാണെങ്കിൽ ദഹനത്തിനും ഇവ സഹായിക്കുന്നു. ഇവയുടെ പൂക്കളും മരുന്നാണ്. ഇവ കൈകളിൽ തേക്കുന്നത് ചർമ്മത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പൂക്കൾ തേനിനൊപ്പം ഉപയോഗിച്ചാൽ ആസ്തമക്കും ശമനമാകും. ചില കള്ളിമുൾച്ചെടികൾ നല്ല വിഷമാണ്. എന്നാൽ ഈ കള്ളിമുൾച്ചെടിയുടെ പല ഭാഗങ്ങളും ഉപയോഗിക്കാം. ഇവയിലെ ഇളം തണ്ടുകൾ സാലഡായും പച്ചക്കറിയായും ഉപയോഗിക്കുന്നുണ്ട്. ബീൻസിന്റെ അതേ രുചിയാണത്രേ ഇതിന്. ഇന്ന് ബർഷൂമി ജ്യൂസായും ജാമായും വിപണിയിലെത്തുന്നുണ്ട്. അതിനാൽ തന്നെ ചില അറബ് രാജ്യങ്ങളിൽ വാണിജ്യാവശ്യത്തിനായി ഇവ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഫലസ്തീനിൽ നിന്നും മൊറോക്കോയിൽ നിന്നും വരെ ഇവ കയറ്റുമതിയും ചെയ്യുന്നു. സൗദി അറേബ്യയും ഇപ്പോൾ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനാൽ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തണ്ടിലെ ജെല്ലി പോലിരിക്കുന്ന ഭാഗം മുഖത്തും ശരീരത്തിലും ഈർപ്പത്തിനായി പുരട്ടാം. അതിനാൽ കള്ളിമുൾച്ചെടിയുടെ തണ്ട് കറ്റാർ വാഴയെപ്പോലെ ഉപയോഗിക്കാറുണ്ട്. കറ്റാർ വാഴയുടെ പൾപ്പിന്റെ വ്യാജനായും ഇവനെ ഉപയോഗിക്കാറുണ്ടെന്ന് യമനികൾ പറയുന്നു. നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഏതാണ്ട് ചിത്രീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദൂരെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് കണ്ട 2 പയ്യന്മാരുണ്ടായിരുന്നു. അവരിവിടുന്ന് പഴങ്ങളൊക്കെ പറിച്ചൊരു മലയുടെ മുകളിൽ പോയിരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ട് അത് കഴിക്കണം. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. കയ്യിൽ മൊബൈലൊന്നുമില്ല. അറേബ്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു പതിപ്പാകാം. അവർ മജ്ലിസുകളിലോ ടെന്റുകളിലോ ഒന്നിച്ചിരുന്ന് ഏറെ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. ഈ 2 ചെറിയ സുഹൃത്തുക്കളും അതുപോലെ സംസാരിച്ചിരിക്കുകയാണ്. തലകുനിച്ച് ഫോണിൽ ചിലവഴിക്കുന്ന ചെറുപ്പത്തിന്റെ കാലത്ത് മുന്നോട്ടും ചുറ്റും നോക്കി സംസാരിച്ചിരിക്കുന്ന 2 സുഹൃത്തുക്കൾ. എത്ര മനോഹരം അല്ലേ? ആഭ്യന്തര സംഘർഷത്താൽ പുകഞ്ഞ സിറിയ ഏറെ പേരെ സൗദി ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കിയിരുന്നു. അവരുടെ മക്കളാകാം ഇവർ. അവർ ബർഷൂമിയുടെ അവർക്കറിയാവുന്ന കഥ പറഞ്ഞു. തണ്ട് മുറിച്ച് കുത്തിയിട്ടാലും ഇവ വളരും. പഴത്തിനകത്തെ 20ഓളം വിത്തിൽ നിന്നും അവ വീണ്ടും മുള പൊട്ടും. വിത്തിൽ നിന്നും 2 മുതൽ 3 വർഷത്തിനകം പഴങ്ങളുണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സൗദിയിൽ ഇവ വിപണിയിൽ കാണാറുള്ളത്. ഇപ്പോൾ ജിദ്ദ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുള്ളവർക്ക് നമ്മുടെ സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ഇത് ലഭിക്കും. അതേസമയം ഈ പഴം നേരിട്ട് ഇതുപോലെ കണ്ട് ആസ്വദിച്ച് പറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ത്വായിഫ് മുതൽ
അൽബഹ കഴിഞ്ഞ് അബഹ വരെ നീളുന്ന വഴികളിൽ എവിടെ വേണമെങ്കിലും എത്തിയാൽ മതി. മരുഭൂമി അത്ഭുതങ്ങളുടേതാണ്. മരുഭൂമി എന്നാൽ മണൽ മാത്രമല്ല, മനുഷ്യവാസമില്ലാത്തിടത്തെല്ലാം ആ പേരിലത് അറിയപ്പെടുന്നു. കള്ളിമുൾക്കാടുകളുടെ പൊള്ളുന്ന അനുഭവങ്ങൾ, അവ കൊടുത്തതാകാം ഈ മുൾക്കിരീടങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ യമനിൽ നിന്നും ഷാമിൽ നിന്നുമെല്ലാം വഴിതെറ്റി വരുന്ന കാഫിലകളെ ബർഷൂമി എത്രയെത്ര മധുരത്താൽ സ്വീകരിച്ചിട്ടുണ്ടാകും.